എന്തുകൊണ്ടാണ് ഓയിലിന് ഇത്ര കൂടിയ വില? എന്തിനാണ്? ഭൂമിയിൽ വേറെ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ, അതിനൊന്നുമില്ലാത്ത തരത്തില് ഓയിലിന് എന്തിനാണ് ഇത്ര വില? ഇപ്പോൾ വെനിസ്വേലയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇറാനിൽ സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതപ്പെട്ട ട്രാക്കിലൂടെ സംഭവിച്ചു പോവുകയാണ്. നമ്മളുടെ മുഴുവൻ ജീവിതത്തെയും ജീവിത രീതിയെയും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓയിൽ ഇമ്പീരിയലിസം, ഓയിൽ എക്കോണമി. അതുമൂലമുണ്ടായ ജീവിതവും ഒരു നിയോ കൊളോണിയലിസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കാലത്തും ഈ സാമ്രാജ്യത്വ ശക്തികൾ, ഇമ്പീരിയലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഈ വ്യവസ്ഥയെ അപ്പാടെ നിയന്ത്രിച്ചിരുന്നു. ഒരു നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ഒരിടത്തേക്ക് കുടിയേറിപ്പോകുന്നു. അവര് ഒരുപാട് കഷ്ടങ്ങളും സഹനങ്ങളും കഴിഞ്ഞിട്ട് മിച്ചമുണ്ടാക്കുന്നു. അത് തിരിച്ച് ഈ നാട്ടിലേക്ക് വന്ന് അവരുടെ നാട്ടിലെ സമൃദ്ധിയാകുന്നു. ഇങ്ങനെയൊരു പ്രതിഭാസം ആകെ മനുഷ്യരുടെ ചരിത്രത്തിൽ വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗൾഫ് കുടിയേറ്റത്തിൽ പ്രവാസം ഉണ്ടായതേയില്ല. കുടിയേറ്റ തൊഴിലാളികളാണ് പോയത്. അവര് കരാർ തൊഴിൽ ചെയ്യാൻ വേണ്ടി പോവുകയും 2 വർഷത്തെ കരാറിൽ പോവുകയും ആ കരാർ തീരുമ്പോൾ കരാർ തൊഴിലാളിയായിട്ട് തന്നെ മടങ്ങി വരികയാണ്. അവർ അന്നാട്ടിന്റെ സംസ്കാരത്തിൽ ലയിക്കുന്നില്ല, അവിടുത്തെ സ്വാഭാവിക ജീവിതത്തിൽ പങ്കെടുക്കുന്നില്ല. അവരവിടെ ഭൗതികമായിട്ട് ജീവിച്ചുകൊണ്ട്, തൊഴിലെടുത്തുകൊണ്ട്, മാനസികമായിട്ട് അവരുടെ ജന്മനാട്ടിലാണ് ജീവിക്കുന്നത്. ഫിക്ഷനേക്കാൾ കടുപ്പമുള്ളതാണ് സത്യം. യഥാർത്ഥ കാര്യം എഴുതാൻ പറ്റില്ല, കാരണം സമ്മതിച്ചു തരില്ല. വായനക്കാരൻ പറയും, പിന്നെ ഇയാളെന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നതാണ് യഥാർത്ഥം. മലയാളിയുടെ ഗൾഫ് ജീവിതത്തിൽ നിന്ന് ഒരു നോവൽ കൂടി പുറത്തിറങ്ങിയാണ് പൊന്നൊഴുകി വന്ന കാലം. ESLM ബഹ്റൈനിലെ ബാബ്കോ കമ്പനിയിൽ ഇപ്പോൾ കോൺട്രാക്ട്സ് എഞ്ചിനീയറാണ്. ഒരു 43 വർഷക്കാലം അവിടെ ജീവിച്ചു വരുന്നു. സാധാരണ ഗൾഫിൽ നിന്ന് എഴുതപ്പെടുന്ന സാഹിത്യരചനകളെക്കുറിച്ചുള്ള ഒരു വിമർശനം പൊതുവെ തൊഴിൽപരമായും അല്ലാതെയൊക്കെ ജീവിക്കുന്ന മലയാളികൾ എഴുതുന്ന രചനകൾക്ക് നാട്ടിലെ തന്നെ ഒരു ഗൃഹാതുരതയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് പലപ്പോഴും കാണാറെന്നുള്ളൊരു വിമർശനം പൊതുവേ ഉണ്ട്. ഒരു ഗൃഹാതുരമായിട്ടുള്ളൊരു ഓർമ്മയ്ക്കപ്പുറം, അനുഭവത്തിനപ്പുറം അത് പോകാറില്ല എന്നുള്ളൊരു വിമർശനം മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പുതിയ ജനറേഷനിൽപ്പെട്ട ഒട്ടേറെ ശക്തമായിട്ടുള്ള രചനകളൊക്കെ വരുന്നുണ്ട്. പുതിയൊരു ഗ്ലോബൽ സെൻസിബിലിറ്റിയിലേക്ക് പ്ലേസ് ചെയ്യാവുന്ന നല്ല ഗൗരവമുള്ള രചനകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഫിക്ഷനിൽ. എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു നോവലാണ് പൊന്നൊഴുകി വന്ന കാലം. ദിൽമുനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാങ്കല്പിക ദേശത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 100 വർഷത്തെ ഒരു ചരിത്രം. അതായത് ആദ്യമായിട്ട് എണ്ണ കണ്ടുപിടിക്കുന്നത് മുതൽ കോവിഡ് കാലം വരെയുള്ള വളരെ വളരെ സങ്കീർണമായിട്ടുള്ളതും വളരെ കോംപ്ലക്സുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് അതിൽ പറയുന്നത്. ഇതിലും ഞാനത് നമ്മുടെ ട്രൂ കോപ്പി തിങ്കിൽ വരുമ്പോൾ വായിച്ച ഒരാളെന്നുള്ള എനിക്ക് പറയാണ്, അതിൽ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മറ്റ് പല ദേശക്കാരും രാഷ്ട്രക്കാരും വംശക്കാരുമായിട്ടുള്ള മനുഷ്യന്മാരുടെ പോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ് അതിൽ. അതായത് മലയാളിക്ക് മാത്രമായിട്ടൊരു പ്രത്യേകത കാണില്ല. എല്ലാത്തരം, അതായത് പല കാലങ്ങളിലുള്ള പലതരം മനുഷ്യരുടെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രകൃതി ആ നോവലിൽ കാണാം. മാത്രമല്ല മനുഷ്യരെക്കാളും കൂടുതലായിട്ട് ഭൂപ്രകൃതി, വളരെ സമ്പന്നമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഭൂപ്രകൃതി ഉണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് സാമ്പത്തിക ശാസ്ത്രം വളരെ ശക്തമായിട്ട്, ഒരുപക്ഷെ ഗൾഫിൽ നിന്ന് മുമ്പ് വന്ന അങ്ങനത്തെ ഒരു സാഹിത്യ ഫിക്ഷനിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടി ചർച്ച ചെയ്യുന്ന ഒരു നോവലാണ്. ഇപ്പോൾ താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ മുമ്പ് കണ്ടപ്പോൾ അതിൽ താങ്കൾ പറയുന്നുണ്ട്, ഒരു ചരിത്ര പഠന ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ താങ്കൾ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറേ ആർക്കൈവ്സൊക്കെ തപ്പി നടക്കുകയും ഒക്കെ ചെയ്ത് ഡീറ്റെയിൽസൊക്കെ ശേഖരിച്ചു. പക്ഷേ ഒരു അക്കാദമിക് ബേക്കപ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം താങ്കളത് പിന്മാറിയെന്ന് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നീടാണ് കൂടുതൽ ഫ്രീഡത്തോടു കൂടിയിട്ട് ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഫിക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ ഈ പ്രമേയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് പറയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഗൃഹാതുരത ഉള്ള കേരള കഥകള്, പിന്നീട് അവിടുത്തെ തന്നെ കഥകൾ. അപ്പോ ഒക്കെ ഈ കഥകൾ പറയുന്നവര്
സംഭവങ്ങളാണ് പറയുന്നത്. ഞാൻ ആ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യാനും ആ അവസ്ഥയെക്കുറിച്ച് പറയാനുമാണ് ശ്രമിച്ചത്. ആ അവസ്ഥയിൽ എല്ലാം പെടും. ഭൂപ്രകൃതി പെടും, അവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പെടും, അന്നാട്ടുകാരുടെ ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ ഉള്ള ജീവിതവും പെടും. എന്നാൽ മാത്രമേ സത്യത്തിൽ ഈ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് വിശദീകരിക്കാൻ പറ്റൂ. അപ്പൊ കഥ പറയുന്നതിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ 100 വർഷം കൊണ്ട് അവിടുത്തെ ഒരു പ്രകൃതി വിഭവത്തെ എടുത്ത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വികസിത രാജ്യങ്ങൾ, പാശ്ചാത്യ മുതലാളിത്തം, അന്നാട്ടുകാർ, കയറി വന്ന തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന 100 വർഷത്തെ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ എന്താണ് എന്ന് വിശദീകരിക്കാൻ കഥയിലൂടെ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ തരം ഈ കൾട്ടുകൾ വിട്ടിട്ട് ആ അവസ്ഥയെക്കുറിച്ച് പറയുക. ഓയിൽ എക്കോണമിയുടെ 100 വർഷം. ഓയിൽ എക്കോണമിയുടെ 100 വർഷത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 60കളിലെ മുതലാളിത്തത്തിന്റെ അതിന്റെ സ്വാഭാവികമായ ആന്തരിക പ്രശ്നങ്ങൾ മൂലം അവർ താഴോട്ട് പോവുകയും ശീതസമര കാലത്ത് സോവിയറ്റ് സാമ്രാജ്യത്തിന്റെ രാജ്യങ്ങൾക്ക് ശക്തി ഉണ്ടാവുകയും മുതലാളിത്തത്തിന് പലയിടത്തും പല രാഷ്ട്ര നേതാക്കളെയും കൊന്നുപോലും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യേണ്ടിയിരുന്ന സ്ഥാനത്ത്, കാരണം അന്നൊക്കെ മുതലാളിത്തത്തിന്റെ ഗുണഭോക്താക്കൾ ചുരുക്കം മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കൾ മാത്രമാണ്. അപ്പൊ ഭൂരിപക്ഷ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒരുപക്ഷെ ഈ വ്യവസ്ഥയെ അനുകൂലിച്ചില്ല എന്ന് വരാം. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിനെ തിരിച്ചു പിടിക്കുന്നതിന് മുതലാളിത്തത്തിന്റെ ഗുണം ജനങ്ങൾക്ക് കൂടി പങ്കിടുക എന്ന് പറയുന്ന പുതിയൊരു തത്വശാസ്ത്രം ഉണ്ടാവുകയാണ് ചെയ്തത്. അതിന്റെ വഴിയായിരുന്നു മാർക്കറ്റ് ഇക്കോണമി. ഈ മാർക്കറ്റ് ഇക്കോണമി ഒരുപക്ഷെ അറിയാം, 80കളില് ഇന്ത്യയും അതേപോലെയുള്ള രാജ്യങ്ങളെയും ഒക്കെ, ഇന്ത്യ ലോകത്ത് അന്ന് ഏറ്റവും വലിയ 2ാമത്തെ മാർക്കറ്റാണ്. മാർക്കറ്റ് ഇക്കോണമിയിലും ഗാഡ് കരാറിലും ഒപ്പുവെപ്പിക്കാനായിട്ട് വലിയ തരം സാമ്പത്തിക പാശ്ചാത്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ പേരിൽ. എന്തിനാണ്? ഈ മാർക്കറ്റിനെ തുറക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആ തുറന്ന മാർക്കറ്റിലേക്ക് വിഭവങ്ങൾ ഉണ്ടായത് ഈ പെട്രോ എക്കോണമിയിൽ നിന്നാണ് എന്നാണ് എനിക്ക് അനുമാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെന്റെ ഒരു അനുമാനമാണ്. ഇത് ഏതെങ്കിലും തരത്തില് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു പഠനമോ താങ്കൾ ജോലി ചെയ്ത ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം കൂടിയായിരിക്കും. ഞാൻ ഒരു 15 വർഷമേ ആയുള്ളൂ ഈ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ ഞാൻ PWDയിലായിരുന്നു, അതിനു മുമ്പ് കോൺട്രാക്ടിങ്ങിലായിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സംഭവിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഓയിലിന് ഇത്ര കൂടിയ വില? എന്തിനാണ്? ഭൂമിയിൽ വേറെ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ, അതിനൊന്നുമില്ലാത്ത തരത്തില് ഓയിലിന് എന്തിനാണ് ഇത്ര വില? അതെന്ന് വെച്ചാല് ഭൂമിയിലെ സകല മനുഷ്യരും അവരുടെ അധ്വാന ഫലം ഓയിൽ വിലയായിട്ട് കൊടുത്തുകൊണ്ട് അതൊരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുക. പ്രദേശമല്ല, എണ്ണ ഉള്ളിടത്തേക്ക് കേന്ദ്രീകരിക്കുക. പിന്നീട് അതിനെന്താ സംഭവിക്കുന്നത്? അത് വികസിത രാജ്യങ്ങൾ, പാശ്ചാത്യ ശക്തികൾ അല്ലെങ്കിൽ ഇമ്പീരിയലിസം ഒക്കെ ഇത് എടുത്തു കൊണ്ടുപോവുകയാണ്. അത് വലിയ അളവിലാണ് കൊണ്ടുപോകുന്നത്. ഞാനത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോ കുടിയേറി ജോലി ചെയ്യാൻ പോയ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഇല്ലേ, അതിനകത്ത് വളരെ ചെറിയ പങ്ക്, വളരെ ചെറിയ പങ്ക് വളരെ ദരിദ്രമായ ജീവിതം ജീവിച്ചുകൊണ്ടാണ് അതിൽ പങ്കെടുത്തതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ കാര്യം, എന്റെ ഈ പുതിയ അനുമാനം എനിക്ക് പറയണം. പക്ഷെ ഈ നമ്മൾ ഈ പറയുന്ന വിഷയമുണ്ടല്ലോ, അതൊരു ഫിക്ഷന്റെ സ്ട്രക്ചറിലേക്ക് സാധാരണ മട്ടില് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘടനയാണ്. ഫിക്ഷനായിട്ട് എങ്ങനെയാണ് അത് മാറിയത്? അത് എനിക്ക് ആ പ്രയാസം ഇത് എഴുതുമ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നാട്ടുകാരുടെ കഥ പറയുമ്പോൾ അവര് നേരത്തെ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവരുടെ ജീവിതം മാറി ഇതിലേക്ക് വന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഫിക്ഷനിൽ പറയാൻ പറ്റും. നമ്മുടെ കുടിയേറി വന്നവരുടെ കാര്യവും പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക തത്വശാസ്ത്രം ഫിക്ഷനിൽ പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എനിക്കൊരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയും പറയിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തോന്നിയത് ഒരു എക്സ്ക്ലൂഷൻ, പ്രവാസം എന്ന് പറഞ്ഞ വാക്ക് ഇല്ലെവിടെയും താങ്കൾ ബോധപൂർവം അത് ഉപയോഗിക്കാതിരുന്നതാണ്. അതെ, നിശ്ചയമായിട്ടും ആ വാക്ക് ഈ പുസ്തകത്തിൽ ഒരിടത്തും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണമുണ്ട്. പ്രവാസം എന്ന് പറയുന്നത് നിങ്ങൾ വിദേശത്തെ അന്യനാട് ദേശം വിട്ട് ദേശാടനം ചെയ്ത് മറ്റൊരിടത്തേക്ക് പോയി സ്വാഭാവികമായിട്ട് ജീവിക്കുന്നതിനാണ്. അവിടെ നിങ്ങൾക്ക് പൗരത്വ അവകാശം ഉണ്ടാവും, സ്വത്തവകാശം ഉണ്ടാവും. നിങ്ങൾ മറ്റൊരിടത്ത് താമസിക്കുന്ന മടക്കം വല്ലപ്പോഴും ഒക്കെ ആയാൽ ചിലപ്പോൾ മടങ്ങാതെ തന്നെ ഇരിക്കാവുന്ന ജീവിതമാണ് പ്രവാസം. ഇപ്പൊ ലോകത്തിന്റെ യൂറോപ്പിലേക്കൊക്കെ
പോകുന്നവർക്ക് അതാ സംഭവിക്കുന്നത്. പക്ഷേ ഈ എണ്ണ ഗൾഫ് കുടിയേറ്റത്തിൽ പ്രവാസം ഉണ്ടായതേയില്ല. കുടിയേറ്റ തൊഴിലാളികളാണ് പോയത്. അവര് കരാർ തൊഴിൽ ചെയ്യാൻ വേണ്ടി പോവുകയും 2 വർഷത്തെ കരാറിൽ പോവുകയും ആ കരാർ തീരുമ്പോൾ കരാർ തൊഴിലാളിയായിട്ട് തന്നെ മടങ്ങി വരികയാണ്. അവർക്ക് പ്രവാസത്തിന്റെ ഇപ്പോ പൗരത്വം, സ്വത്തവകാശം തുടങ്ങി യാതൊന്നുമില്ല. അവർ അന്നാട്ടിന്റെ സംസ്കാരത്തിൽ ലയിക്കുന്നില്ല, അവിടുത്തെ സ്വാഭാവിക ജീവിതത്തിൽ പങ്കെടുക്കുന്നില്ല. അവരവിടെ ഭൗതികമായിട്ട് ജീവിച്ചുകൊണ്ട് തൊഴിലെടുത്തുകൊണ്ട് മാനസികമായിട്ട് അവരുടെ ജന്മനാട്ടിലാണ് ജീവിക്കുന്നത്. ജന്മനാട്ടിലെ തൊഴിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ജന്മനാട്ടിലെ കാര്യങ്ങളിലാണ് അവർ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഗൾഫിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങളെ പ്രവാസം എന്ന് വിളിക്കുന്നത് ഒരു എളുപ്പ വഴിയായിട്ട് ആണെന്നും അങ്ങനെ അതിനെ വിളിക്കരുതെന്നും അത് സത്യത്തിൽ കുടിയേറ്റ തൊഴിലാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രവാസി എന്ന വാക്ക് ഒരിടത്തും ബോധപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. മറ്റൊരു വിഷയം, ഈ നോവൽ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഗൾഫിലെ ആധുനികത സാധ്യമാക്കിയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവിടുത്തെ രാജ്യഭരണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു കൊളോണിയൽ ഇഴകളാണ് അതിനൊരു കാരണമെന്ന് ഉള്ളൊരു നരേഷനും താങ്കളത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലെ ആധുനികതയുടെ എക്സ്റ്റൻഷൻ തന്നെയാണോ? അതിലെത്രമാത്രം ഉണ്ട് ഗൾഫിലെ ആധുനികതയിൽ എത്രമാത്രം ആ ഘടകം ഉൾച്ചേർന്നിരിക്കുന്നത്? ഓയിൽ എക്കോണമി അതുമൂലമുണ്ടായ ജീവിതവും ഒരു നിയോ കൊളോണിയലിസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ പുതിയ കാലത്തും ഈ സാമ്രാജ്യത്വ ശക്തികൾ, ഇമ്പീരിയലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഈ വ്യവസ്ഥയെ അപ്പാടെ നിയന്ത്രിച്ചിരുന്നു. നമ്മളുടെ മുഴുവൻ ജീവിതത്തെയും ജീവിത രീതിയെയും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓയിൽ ഇമ്പീരിയലിസം. അത് അന്നാട്ടിലെ ഭരണകർത്താക്കളോ ആരും അല്ല അത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവിടുത്തെ ഈ ആധുനികത, നേരത്തെ ചോദിച്ചില്ലേ ആധുനികത, അവിടെ ആധുനികതയുണ്ട്. അത് എങ്ങനെയാണ് ആ നാട്ടിൽ ഉരുവം കൊണ്ട് വളർന്നു വന്ന അവര് സ്വാംശീകരിച്ച ആധുനികത തദ്ദേശീയമായിട്ടല്ല, അല്ല, പണം കൊടുത്ത് വാങ്ങിയ ആധുനികതയാണ്. പണം കൊടുത്ത, അതായത് അതെല്ലാം ഉൽപ്പന്നങ്ങളാണ്. മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് ഉണ്ടാവുന്നു, അവിടുന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റുകളിലേക്ക് പോകുന്നു എന്ന നിലയിൽ സംഭവിക്കുന്നു. ഈ നോവല് തന്നെ ചർച്ച ചെയ്യുന്ന തദ്ദേശീയ സമൂഹങ്ങളിലെ ഈ അസ്വസ്ഥതയ്ക്ക് ഇതൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ലേ? മനുഷ്യനല്ലേ പ്രധാനമായിട്ടും. അപ്പോ അവരെല്ലാവരും ഇത്തരം ഒരു ധനസമൃദ്ധി, ഇത്തരം സൗകര്യങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയൊക്കെ ലഭ്യത നിശ്ചയമായിട്ടും അവരെ ഈ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും എന്നാണ് അതൊരു മനുഷ്യ സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ക്രൂഡ് ഓയിൽ ക്യാപിറ്റലിസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഈ നോവലിലെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ തന്നെ ആദ്യമായിട്ട് എണ്ണക്കിണർ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് ദിൽമുനിയെ സങ്കല്പിക്കുന്നത്. അതെ, ഇപ്പോൾ എണ്ണക്കിണർ എന്ന് താങ്കൾ അതിൽ പറയുന്നുണ്ട്. ആ പരിഭാഷ വളരെ പ്രശ്നം പിടിച്ചൊരു പരിഭാഷയാണ്. ഓയിൽ വെല്ലിന് ഒരിക്കലും എണ്ണക്കിണർ എന്ന് മലയാളത്തിലാക്കുമ്പോൾ കുറെ ചോർന്നു പോകുന്നുണ്ട്, ഓയിൽ വെല്ലിന് പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അവിടുത്തെ ഈ അധികാര രാഷ്ട്രീയത്തിനെയും സാമൂഹ്യ ബന്ധങ്ങളെയൊക്കെ ഈ ക്രൂഡ് ഓയിൽ ക്യാപിറ്റലിസം ഏത് രീതിയിലാണ് മാറ്റി തീർത്തിരിക്കുന്നത്? അവിടുത്തെ അധികാരത്തിൽ അല്ല അത് ഇടപെട്ടത്, അവിടുത്തെ ജനങ്ങൾക്ക് സമൃദ്ധി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ ഒരർത്ഥത്തില് അക്കാലത്തെ തലമുറയ്ക്ക് സമൃദ്ധി ഉണ്ട്. ഞാനത് ഇതിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അതായത് മുത്തുവരാൻ പോയിരുന്ന മനുഷ്യർ ആ തൊഴിൽ ഇല്ലാതായപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത റിസ്ക്കാണ് എണ്ണ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ നോവലിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ദൈവം കൊടുത്ത ഭക്ഷണം എന്ന നിലയിൽ അവരതിനോട് ഒരുതരം ആരാധനയോടെ, ആരാധന എന്ന് പറഞ്ഞാൽ നമ്മള് ഈ താരങ്ങളെ ആരാധിക്കുന്ന ആ അർത്ഥത്തിലല്ല, ദൈവത്തെയൊക്കെ കണക്കാക്കുന്ന ആ ആരാധന ഉണ്ടല്ലോ, ആ നിലയിൽ റിഗാർഡോടെയാണ് അതിനോട് പെരുമാറുന്നത്. അപ്പൊ അത് ആ ഓയിൽ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോടൊന്നും പ്രതികരിക്കുക പോലും ചെയ്യാതിരിക്കുക എന്നുള്ളത് ആ ജനങ്ങളുടെ ഒരു രീതിയാണ്. കാരണം അവർക്ക് സമൃദ്ധി കൊടുത്തത് എന്നാണ് അവരതിനെ കാണുന്നത്. അത് ഈ സ്വാഭാവികമായിട്ട് സംഭവിച്ചു വന്നു എന്നതിനേക്കാൾ നൽകപ്പെട്ടത് എന്ന് വിശ്വസിക്കാനാണല്ലോ ജനങ്ങൾക്കെല്ലാം ഭാഗ്യം വരുന്നു. ഇപ്പോ ഗൾഫിൽ ആളുകൾ പോയി അവിടുന്ന് സമ്പന്നരായി കഴിഞ്ഞിട്ട് സത്യത്തിൽ അവര് കഠിനമായിട്ട് ജോലി ചെയ്തിട്ട് വളരെ ചെറിയ
അത് അവിടുത്തെ നാണയ നിരക്കിലും ജീവിത നിലവാര നിരക്കിലും വളരെ ചെറിയതായിട്ട് കിട്ടുന്ന ശമ്പളത്തിന്റെ ഇവിടുത്തെ വിനിമയ മൂല്യത്തിലെ വ്യത്യാസം കൊണ്ടാണ് ഇവിടെ അവർ ധനികരാകുന്നത്. അങ്ങനെ ധനികരാകുമ്പോൾ പോലും നമ്മുടെ നാട്ടിലെ എല്ലാ ആരാധനാ സ്ഥലങ്ങളും, എല്ലാ പള്ളികളും, എല്ലാ അമ്പലങ്ങളും, എല്ലാ ക്ഷേത്രങ്ങളും ഭയങ്കര സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചേർന്നു. കാരണം ഇതെല്ലാം നൽകപ്പെട്ടത് എന്ന് കരുതുന്നത് കൊണ്ട് നൽകപ്പെട്ടതിന് നന്ദി എന്ന നിലയിലാണ് ഒരു സോഷ്യൽ സൈക്കിൾ വർക്ക് ചെയ്യുക. ഇപ്പൊ ഇത്തരം ഒരു കോണ്ടെക്സ്റ്റില് ഗൾഫിൽ ജീവിക്കുന്ന മലയാളി എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി നോവലിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഗൾഫിൽ ജീവിക്കുന്ന മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള കുടുംബം, അവിടെയുള്ള കുടുംബം, അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം, അതെന്തിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നു, ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്, അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു, ശരിക്കും ഈ ഗൾഫിലുള്ള മലയാളിയെ ഏത് രീതിയിൽ പ്ലേസ് ചെയ്യാം? ഈ ഗൾഫ് മലയാളി പ്രതിഭാസം അത് ഒരു പകർച്ചവ്യാധി പോലെയൊക്കെ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഈ മുറ്റത്തൊക്കെ ടൈലിടുന്ന ആ സമ്പ്രദായമില്ലേ, അത് വന്നു, അത് പിന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ മുറ്റങ്ങളിലും ടൈലായി. അതേപോലെ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ പോയി ആ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവന്നു. പിന്നെ അത് പടർന്നു പിടിക്കുകയാണ്. ഇത് മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ അധികമില്ല. ഒരു നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ഒരിടത്തേക്ക് കുടിയേറി പോകുന്നു. അവര് ഒരുപാട് കഷ്ടങ്ങളും സഹനങ്ങളും കഴിഞ്ഞിട്ട് മിച്ചമുണ്ടാക്കുന്നു. അത് തിരിച്ച് ഈ നാട്ടിലേക്ക് വന്ന് അവരുടെ നാട്ടിലെ സമൃദ്ധിയാകുന്നു. ഇങ്ങനെ ഒരു പ്രതിഭാസം ആകെ മനുഷ്യരുടെ ചരിത്രത്തിൽ വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും മറ്റൊരിടത്തേക്ക്, ചെറുപ്പക്കാർ മുഴുവനും കയറിപ്പോവുക ഇടക്കാലത്തേക്ക്. അല്ലാതെ അവര് വിദേശികളായിത്തീരുകയല്ല ചെയ്യുന്നത്. അത്തരം പോക്കൊക്കെ മുമ്പൊക്കെ മനുഷ്യ സമൂഹത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതങ്ങനെയല്ലല്ലോ, പോയിട്ട് വരിക, വരാൻ വേണ്ടി പോവുക. ഇപ്പോ ഞാൻ ഇതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഇതിലെ ഒരു സമൃദ്ധ കുടുംബം ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വലിയ ഹോട്ടലിലാണ്. അപ്പൊ അവിടെ അവരുടെ ബില്ല് ഒരു തുക, ആ തുകയേക്കാൾ കുറഞ്ഞ തുകയാണ് ഒരു മാസ ശമ്പളം ഒരു ലേബറുടേത്. അതൊരു താരതമ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യൻ പോലും ഇവിടെ വന്ന് ധനികനായിട്ടാണ് നിൽക്കുന്നത്. ഇത് അയാളുടെ ഇഷ്ടമല്ല, അയാൾക്ക് അതിനകത്തൊരു തിരഞ്ഞെടുപ്പുമില്ല. ഇത് ആകെ ഈ സമൂഹത്തിന്റെ ഒരു കൺസ്ട്രക്റ്റായിട്ട് മാറിത്തീർന്ന കാര്യമാണ്. അയാൾക്കൊന്നും കുറയ്ക്കാനും പറ്റില്ല. നിങ്ങൾ ഗൾഫുകാരനല്ലേ എന്ന് പറഞ്ഞ അയാളുടെ പേരിലുള്ള സർചാർജുകൾ ഓരോ ഇടത്തും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മലയാളിക്ക് അവനവന് പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല, ഒരു തിരഞ്ഞെടുപ്പും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന കേരളത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ചയിൽ പ്രവാസിയെ, ഗൾഫിലുള്ള മലയാളികളുടെ പങ്കിനെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായിട്ട് പരിഗണിക്കപ്പെടാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? അത് സാങ്കേതികമായിട്ട് ശരിയാണ്. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്, അവർക്ക് അവിടെ സ്വത്തവകാശമില്ലാത്തത് കൊണ്ട്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അതായത് അവിടെ പോകുന്ന ഒരു കരാർ തൊഴിലാളിക്ക് ചെയ്യാവുന്നത് അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മണിക്കൂറുകൾ ജോലി ചെയ്യുക, അവന് കല്യാണം കഴിച്ച ഭാര്യയുണ്ടെങ്കിൽ അവരുടെ ഒപ്പം ജീവിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. നിയമപരമായിട്ട് അനുവദിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നവൻ അവൻ നിയമത്തിന്റെ വഴിവിട്ടു പോകുന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ളപ്പോൾ അവരുണ്ടാക്കുന്ന ആ സമ്പത്ത് സ്വാഭാവികമായിട്ടും, ഞാൻ അതിനകത്ത് ഈ രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ഇതിനകത്ത് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ മനുഷ്യർ മുഴുവൻ രണ്ട് ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. അവരുടെ ഭൗതികമായ അസ്തിത്വം അവിടെയായിരിക്കെ, അവരുടെ ആത്മീയം, മാനസികം, അന്തസ് പരമായ അസ്തിത്വം മുഴുവൻ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്ന മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. അവർക്ക് കിട്ടുന്ന ആ ശമ്പളം ഇങ്ങോട്ട് വരികയല്ലാതെ അതിന് മറ്റൊരു വഴിയുമില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ അത് കൂടുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത് ഉപയോഗിക്കുന്നു. എല്ലാവരും അവരവരുടെ വീട് വയ്ക്കുന്നു. അതായത് പണത്തിന്റെ സർക്കുലേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് ഒരാൾ, വളരെ ചുരുക്കം ഒറ്റപ്പെട്ട ആളുകൾ അതിസമ്പന്നരാണെങ്കിലും വളരെ കൂടുതൽ ചെറിയ ചെറിയ ആളുകളുടെ സമ്പത്തിന്റെ ഒരു കൂടിച്ചേരലാണ് നമ്മൾ കാണുന്ന ഈ കേരള പ്രതിഭാസം. ഇപ്പം ഈ നോവലിലെ പ്രമേയം സൂചിപ്പിക്കുന്ന കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞു. അത് വാസ്തവികമാണ്, വസ്തുതകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട റിയൽ പ്രോസസ്സാണ് ശരിക്കും ആ കാലഘട്ടത്തിന്റെ പരിണാമം എന്ന് പറയുന്നത്. നമ്മളിതിലെ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ടോണി അബ്രഹാം, ശാലിന രാമേന്ദ്രൻ, ഋഷികേശൻ, മുസ്തഫ ഇബ്രാഹിം, അതുപോലെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവർ ഒരു 100% ഫിക്ഷനല്ല, ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ്. ഇപ്പോൾ താങ്കൾക്ക് ഒരു 4 പതിറ്റാണ്ടിലേറെ അവിടുത്തെ
ഒരു ജീവിത അനുഭവമുള്ള ഒരാളാണ്. അപ്പൊ ഈ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുമായിട്ട് അവരിൽ നിന്നാണോ എടുത്തത് ഈ കഥാപാത്രങ്ങൾ? നിശ്ചയമായിട്ടും സംഭവിച്ച കഥകൾ മാത്രമാണ്. പക്ഷെ ഈ നോവലിൽ പറയുന്ന പോലെ ഒറ്റക്കഥയല്ല. എൻ്റെ ഈ 43-ലധികം വർഷത്തെ അവിടുത്തെ താമസത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അതിനെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു കഥയാക്കി മാറ്റുക എന്ന് പറഞ്ഞ പേരുകൾ ഞാൻ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അക്കാലത്തെ അവരൊക്കെ ജീവിക്കുന്ന കാലമുണ്ടല്ലോ, ജനിച്ച കാലം, അക്കാലത്തെ നല്ല പേരുകൾ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. അക്കാലത്ത് ഓരോ കാലത്തും പേരുകളുണ്ടല്ലോ. അപ്പൊ അക്കാലത്തെ നല്ല പേരുകൾ എന്ന നിലയിലാണ് പേരുകൾ എടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ആളുകൾ ഉണ്ടായിരുന്നതാണ്, ഈ കാര്യങ്ങൾ സംഭവിച്ചതുമാണ്, ഒന്നും ഫിക്ഷൻ അല്ല. അതുപോലെ ഈ മലയാളികളുടെ ഒരു അധോലോകങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സെക്സ് റാക്കറ്റ്, പിന്നെ മാൻ പവർ സപ്ലൈ റാക്കറ്റ്, അതുപോലുള്ള അധോലോകങ്ങൾ. അത് ശരിക്കും ഉള്ളതാണോ? ഉള്ളത് തന്നെ, ഉള്ള അത്രയും ഞാൻ എഴുതിയിട്ടില്ല. വളരെ കാര്യങ്ങൾ യഥാർത്ഥ കാര്യം എഴുതാൻ പറ്റില്ല, കാരണം സമ്മതിച്ചു തരില്ല. വായനക്കാരൻ പറയും, പിന്നെ ഇയാളെന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നതാണ് യഥാർത്ഥം. അതായത് ഫിക്ഷനേക്കാൾ കടുപ്പമുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇതിലുള്ള അത്തരം കാര്യങ്ങൾ അതിലെഴുതിയേക്കുന്നതിനേക്കാൾ കുറെ കൂടി ഉയർന്ന ഡിഗ്രിയിൽ സംഭവിക്കുന്നതായിരുന്നു. നിശ്ചയമായിട്ടുണ്ട്. ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ പൊതുപ്രവർത്തനത്തിലായിരുന്നല്ലോ കുറെ കാലം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കഥകൾ, ഇത്തരം സംഭവങ്ങൾ, അതിന്റെ തുടർച്ചകൾ, അതിനകത്തൊക്കെ ഇടപെടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഗ്ലോബൽ പൊളിറ്റിക്സിനെ വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് ഒരു പ്ലോട്ട് എന്നുള്ള രീതിയിൽ തന്നെ. അത് ഇസ്രായേൽ, ഇറാൻ, പശ്ചിമേഷ്യ ഒക്കെയായിട്ടുള്ള ആ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ബന്ധം, അല്ലെ MES കമ്പനിയുടെ ഒരു ഫണ്ടിങ് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മൻസൂർ മുസ്തഫ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു റെബല്യൻ മൂഡുള്ള ഒരു കഥാപാത്രം വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിപ്പോൾ നമ്മൾ വെനിസ്വേലയുടെ ഒരു സമയത്താണ് ഇരിക്കുന്നത്. വെനിസ്വേലയിലെ ക്രൂഡ് ഓയിലിനെ ബേസ് ചെയ്തുകൊണ്ട് അമേരിക്ക നടത്തിയുള്ള ഒരു ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നോവലിനുള്ള ആ നോവൽ ചർച്ച ചെയ്യുന്ന ആ ഗ്ലോബൽ പൊളിറ്റിക്സിന് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രസക്തി വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത് ആ ഒരു തീം എങ്ങനെയാണ് ഈ താങ്കൾ അവിടെ ഇത്രയും കാലം ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഈ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സും ഈ പറഞ്ഞ ഇസ്രായേൽ, ഇറാൻ നയതന്ത്ര ബന്ധങ്ങളൊക്കെ തമ്മിലുള്ള ഇഷ്യൂവിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കണ്ടത്? 1990-ലെ ഗൾഫ് വാർ, ആദ്യത്തെ ഗൾഫ് വാർ, ആ യുദ്ധ സമയത്ത് തന്നെ വായന, പഠനം, നമ്മളുടെ വഴിയിലുള്ള അപഗ്രഥനം, അതിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത് സ്വാഭാവികമേ അല്ല, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, ഇത് ആരോ എഴുതിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രെഡറിക് ഫോർസിത്ത് കേട്ടിട്ടുണ്ടോ? നെഗോഷിയേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ ഫിക്ഷൻ ആക്കി എഴുതുന്ന ഒന്ന. എന്തായാലും രാജീവ് ഗാന്ധി മർഡറിന്റെ അതിന്റെ ആ മോഡസ് ഓപ്പറാൻഡി LTTE-കാർക്ക് കിട്ടിയത് ഫ്രെഡറിക് ഫോർസിത്തിന്റെ ഒരു നോവലിൽ നിന്നാണ്. അതിന്റെ പേര് നെഗോഷിയേറ്റർ എന്നാണ്. അത് 91-ലൊക്കെ അതിനെക്കുറിച്ച് 91-ലാണ് ആ നോവൽ വന്നത് തോന്നുന്നു. അപ്പൊ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. 2 CIA ഓഫീസേഴ്സ് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തെ വേറൊരു മിഡിൽ ഈസ്റ്റ് രാജ്യം പിടിച്ചടക്കും. അപ്പോൾ നമ്മൾ പോകും അവരെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് രാജ്യമാണ് എന്ന് ഈ പറയുന്ന ആളോട് അയാളുടെ സഹപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ആരെ പിടിച്ചടക്കണം. അത് കഴിയുന്ന പാടെയാണ് ഇറാഖ് കുവൈറ്റ് ഇൻവേഷൻ നടക്കുന്നത്. അതിനെ കൂട്ടി ആലോചിച്ചാല് ഈ കാര്യങ്ങളൊന്നും സ്വാഭാവികമല്ല, ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, സംഭവിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാകുമായിരുന്നു. അപ്പൊ ആ വഴിയിലാണ് ഞാൻ ഈ കാര്യത്തെ ചിന്തിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമാണ് ഇപ്പോൾ വെനിസ്വേലയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇറാനിൽ സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതപ്പെട്ട ട്രാക്കിലൂടെ സംഭവിച്ചു പോവുകയാണ് എന്ന് എനിക്കൊരു തരം ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ മൻസൂർ മുസ്തഫയുടെ കമ്പനി തകരുന്നതിന് കാര്യമായ കാരണം മാത്രം ഫിക്ഷനാണ്. ആ ഫിക്ഷൻ എന്റെ ബോധ്യത്തിൽ നിന്ന് തന്നെ ഞാൻ എഴുതിയതാണ്. അതേപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്തരം പൊളിറ്റിക്കൽ നരേഷൻസ് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നത്
ഫിക്ഷനിലാണെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ മുൻപ് ഇപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതത്തിനെതിരെയൊക്കെ അവിടെ നിന്ന് ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഉം. സ്വാഭാവികം പ്രതിഷേധമൊക്കെ ഉണ്ടായി എന്ന് വരാം, വരാം. അത്രല്ലേ ഉള്ളൂ. അല്ല, ഇത് നേരിട്ട് ഇപ്പൊ രാജഭരണകൂടങ്ങളൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട് സത്യത്തിൽ എനിക്ക് പലപ്പോഴും. തോന്നുന്നു ഞാൻ അവർക്കൊക്കെ മേലെ ആ ഭരണകൂടങ്ങൾ, അതിൽ പങ്കെടുക്കുന്ന മനുഷ്യർ, അവർക്കൊക്കെ മേലെ മറ്റൊരു, അതായത് ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഓയിൽ ക്യാപിറ്റലിസം ആണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് കഥ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക ഭരണകർത്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടല്ല, പകരം ഒരു വ്യവസ്ഥ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത് എന്നാണ്. പ്രധാനമായിട്ട് ഈ നോവൽ അവസാനിക്കുന്നത് കോവിഡിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ്. വളരെ നിശബ്ദമായിട്ടുള്ള, നിസ്സഹായമാക്കപ്പെട്ട, അടച്ചുപൂട്ടുന്ന ഒരു ലോകത്തിനെ കുറിച്ചുള്ള നിമിഷത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്കത് വായിക്കുമ്പോഴേ പ്രവാസ ലോകത്തിന്റെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രവചനവും അതിൽ അടങ്ങിയിട്ടുണ്ടോ? പ്രവാസ ലോകമല്ല, ആകെ ലോകത്തെയാണ്. ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ശോഭനമായിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നല്ലോ നമ്മൾ. അവിടെയാണ് ഞാനത് നിർത്തിയത്. ഞാൻ സത്യത്തിൽ എഴുതിയത് അത് കഴിഞ്ഞിട്ടാണ്, കാര്യങ്ങൾ വീണ്ടും പൂർവസ്ഥിതി എത്തിയിട്ടാണ്. ഞാൻ നിർത്താൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയത് ആ സമയവും സ്ഥലവും. അതെ, ഒരു 4 പതിറ്റാണ്ടിലേറെ കാലം ജീവിച്ചിട്ടും ഒരു പ്രത്യാശാഭരിതമായിട്ടുള്ള ഒരു ഭാവിയെ കാണാതിരിക്കുന്നതിലുള്ളൊരു ഒരു സങ്കടം കൂടിയുണ്ടോ? തിരിച്ച ആകെ മനുഷ്യാവസ്ഥ അത്ര പ്രത്യാശാഭരിതമാകേണ്ടതൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കണ്ട ജീവിതങ്ങളുടെ പേരിൽ ഞാൻ ഇത്രയും കാലം ജീവിതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അതിന്മേൽ നമ്മളുടെ ഒരു ചിന്തയും അപഗ്രഥനവും ഉണ്ടല്ലോ. അപ്പൊ ഒരാൾ ഇനി എന്തൊക്കെ ഉള്ളയാളായാലും എന്തില്ലാത്തയാളായാലും അത്ര പ്രത്യാശ, പിന്നെ ആകെ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ഉണ്ടായിരിക്കുമ്പോൾ സന്തോഷമുണ്ടാകാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ മൊത്തത്തിൽ അതിൽ ധ്വനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിന്റെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു മൊത്തം ആഗോള ഒരു അവസ്ഥയുടെ സാമൂഹ്യശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും വ്യക്തിശാസ്ത്രവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നോവൽ എന്നുള്ള രീതിയിൽ അത് പൊന്നൊഴുകി വന്ന കാലം വായനക്കാരെ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.